ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ജോലി ചെയ്യുന്നത് the4news.in എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ്. ഞങ്ങളുടെ അടുത്തൊരു പ്രോജക്റ്റ്, ഞങ്ങൾ ഒരു സാറ്റലൈറ്റ് ചാനൽ വരുന്നുണ്ട്, ന്യൂസ് ചാനലായിട്ട് the 4T ന്യൂസ് എന്ന് പറഞ്ഞ് തന്നെ. അത് ഞങ്ങൾ വി ആർ ഹോപ്പിംഗ് ടു ലോഞ്ച് ബൈ എൻഡ് ഓഫ് ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് ഓൺ എയർ പോകാൻ വിചാരിക്കുന്ന ഒരു ചാനലാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു 23 വർഷത്തെ കോർ എക്സ്പീരിയൻസ് ശരിക്കും പ്രിന്റ് ജേർണലിസത്തിലായിരുന്നു. ഞാൻ മലയാള മനോരമയിലും ഇന്ത്യൻ എക്സ്പ്രസിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും ഒക്കെ ജോലി ചെയ്തതിന് ശേഷം ഒരു ഡിജിറ്റലിലേക്ക് എൻ്റെ ഒരു മിഡ് കരിയർ ഒക്കെ കഴിഞ്ഞ് ഏതാണ്ട് എൻഡ് ഓഫ് ദി കരിയറിലേക്ക് വന്നിട്ടാണ് ഞാൻ ഈ ഒരു പുതിയ മാധ്യമമായ ഡിജിറ്റൽ മീഡിയയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുന്നത്. അതിനൊരു സ്റ്റാർട്ടപ്പ് ഫെയിമിലേക്ക് ഞാൻ മാറുന്നത്, എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷൻസിൽ നിന്ന് മാറി ഒരു സ്റ്റാർട്ടപ്പിലേക്ക്. അപ്പൊ അത് ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട്. ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു വർഷവും 4 മാസവും ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ ഒരു നേഴ്സൺ സ്റ്റേജിലുള്ള, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒക്കെ സജീവമായിട്ടുണ്ട്. യൂട്യൂബിലും ഫേസ്ബുക്കിൽ നമുക്ക് ഫോർത്ത് TV എന്നും the4th എന്നും പറഞ്ഞ് 2 പേജുണ്ട്. യൂട്യൂബിൽ the4th ന്യൂസ് ഉണ്ട്. ഇൻസ്റ്റയിലും ഒക്കെ ഞങ്ങളുടെ ഹാൻഡിൽസ് വളരെ സജീവമായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പൊ സൂൺ നമ്മുടെ സാറ്റലൈറ്റ് ചാനലും വരും. അപ്പോൾ ഞാനിപ്പോഴും ശരിക്കും അത് അവിടെ നിൽക്കട്ടെ. അതിലിപ്പോ നിങ്ങൾ അങ്ങോട്ട് കയറി നോക്കിയാൽ എന്താണ് ഞങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. അതിനെ പറ്റിയിട്ട് ഞാൻ ഇവിടെ ഉള്ള കുറച്ച് സമയം സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷേ ലോ സ്റ്റുഡൻസിനോട് ഒരു ജേർണലിസ്റ്റ് എന്ത് പറയും എന്നൊരു ചോദ്യം തന്നെയാണ് ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ നേരത്തെ എന്നോട് ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടായിരുന്നത്. ശരിക്കും എന്താണ് ലോ സ്റ്റുഡൻസിനോട് ഞാൻ പറയേണ്ടത്? ശരിക്കും അത് വളരെ ഞങ്ങൾ ഒക്കെ കരിയർ തുടങ്ങുമ്പോഴും ഇപ്പോൾ ഉള്ള ആൾക്കാരും എനിക്ക് തോന്നുന്നു ജേർണലിസ്റ്റുകളെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു 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 പ്രതിസന്ധിയുണ്ട്, ഈ കോടതി ഭാഷ എന്ന് പറയുന്ന ഒരു സാധനം. എനിക്ക് തോന്നുന്നു നിങ്ങളും തുടക്കത്തിലൊക്കെ അതിന്റെ ഇരകളാണ്. ഈ കോടതി ഭാഷ എന്ന് പറയുന്നത് പോലത്തെ സങ്കീർണമായ ഒരു 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 ജേർണലിസ്റ്റിക് വ്യവഹാരം സത്യത്തിൽ നമ്മുടെ കരിയറിൽ മറ്റിടത്തും ഉണ്ടാകാറില്ല. ഈ ആധാരവും പോക്കുവരവും ഒക്കെ ഏതെങ്കിലും വലിയ മൂന്നാർ കയ്യേറ്റം എന്നൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലല്ലാതെ ഈ കോടതി ഉത്തരവുകളും കോടതി വരുന്ന ഹർജിയിലെ ഭാഷയൊക്കെ വായിച്ച് മനസ്സിലാക്കലാണ് ഒരു സത്യത്തിൽ ഒരു റിപ്പോർട്ടറെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് തന്നെയാണ് അവിടെ നിൽക്കുന്നു. ഇപ്പൊ നമ്മുടെ പുതിയ ഇനിഷ്യേറ്റീവ്സ് വരുന്നു, കോടതി ഉത്തരവുകൾ മലയാളത്തില് വരണം എന്നുള്ള തീരുമാനം വരുന്നു. ഹൈക്കോടതിയിൽ നിന്നൊക്കെ മലയാള ഉത്തരവുകൾ വന്നുണ്ടെങ്കിൽ എനിക്കൊന്നു ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാ ഉത്തരവുകളും മലയാളത്തിലൊക്കെ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമായിരിക്കും. ഫൈൻ. അപ്പൊ പോലും ഈ മലയാളത്തിൽ വന്നാലും മനുഷ്യർക്ക് മനസ്സിലാകുന്ന മലയാളവും മനുഷ്യർക്ക് മനസ്സിലാകാത്ത മലയാളവും 2 ഭാഷയുണ്ടല്ലോ. മലയാളത്തിന് തന്നെ 2 കൈവഴികളുണ്ട് സത്യത്തിൽ. ഈ ഏറ്റവും ക്ലിയറായി മനുഷ്യന് മനസ്സിലാകുന്ന പോലെ ഈ വിധി പറയാൻ പറ്റുക എന്നുള്ളതാണ് സത്യത്തിൽ ഒരു ലീഗൽ റിപ്പോർട്ടിങ്ങിൽ ഞാനോ അല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സോ ഒക്കെ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ചലഞ്ച് ഈ കാലത്ത് ഒക്കെ. കാരണം ഒരു ഓർഡർ വരുന്നു വളരെ പെട്ടെന്ന്. ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഈ മത്സരത്തിന്റെ യുഗമാണ്. ഇപ്പം ഹൈക്കോടതിയിൽ ഒരു ഉത്തരവ് വരുന്നു അല്ലെങ്കിൽ ഒരു പരാമർശം വരുന്നു, ആ നിമിഷം നമ്മൾ ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റർ അത് കൊടുക്കുമോ എന്നുള്ള പേടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ പറയുന്ന സാധനം ഒന്ന് വായിച്ച് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥം വരുന്നു, അത് പിന്നെ പുലിവാലാകുന്നു. ഇത്തരം സംഭവങ്ങളൊക്കെ വളരെ 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 നിത്യവും നമ്മുടെ ന്യൂസ് റൂമും എല്ലാം നടക്കുന്ന ഒരു അഭ്യാസമാണ്. അപ്പൊ നിങ്ങളൊക്കെ ശരിക്കും ലീഗൽ കരിയറിലേക്ക് വരുന്നവർ തന്നെ ആയിരിക്കും. പക്ഷെ ഈ ലീഗൽ കരിയർ എന്ന് പറയുന്നത് കോടതിയിൽ പോയിട്ട് കേസ് വാദിച്ച് ജയിക്കുന്ന ഒരു ഒറ്റ സ്ട്രീമിൽ ഉണ്ടായിരുന്ന ഒരു സാധനം ഒരു 10 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഞാനൊക്കെ പഠിച്ചിറങ്ങുന്ന കാലത്തൊക്കെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. എല്ലാവരും പഠിച്ചിറങ്ങുന്ന ഏതെങ്കിലും സീനിയറുടെ കൂടെ പോയി നിൽക്കുന്നു, 5-6 വർഷം പൈസ ഒന്നും കിട്ടാതെ സ്ട്രഗിൾ ചെയ്ത് ഭാഗ്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെടുന്നു എന്നൊക്കെ ഉള്ളത് മാറിയിട്ട് ഇപ്പൊ ലീഗൽ ഫീൽഡിൽ തന്നെ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് മൾട്ടിനാഷണൽ കമ്പനികളും ഔട്ട്സോഴ്സ് ചെയ്തിട്ടുള്ള ലീഗൽ വർക്കുകളും ഒക്കെ ചെയ്യുന്ന എനിക്കൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് വളരെ നല്ല പൈസ വാങ്ങുന്ന ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരം ഒരു ഏരിയ തന്നെയാണ് ശരിക്കും ഈ ലീഗൽ റിപ്പോർട്ടിങ്ങിലും നിങ്ങൾക്കൊരു നല്ല തൊഴിൽ സാധ്യതയോ അല്ലെങ്കിൽ ഒരു കരിയർ സാധ്യതയുള്ള ഒരു കാര്യമായിട്ട് ഞാൻ പറയുന്നത്. സത്യത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടാകുന്ന ഏറ്റവും വലിയ റെവലേഷൻ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ലീഗൽ റിപ്പോർട്ടിങ്ങിലെ ലൈവ് ലോയും ബാർ ആൻഡ് ബെഞ്ചുമാണ്. കൃത്യമായിട്ട് അതുപോലെ മനോഹരമായി കോടതി വാർത്തകൾ ഇന്റർപ്രറ്റ് ചെയ്ത് നമുക്ക് വാർത്തകൾ നൽകുന്ന 2 ഒന്നാന്തരം പോർട്ടലുകൾ നമുക്കുണ്ട്. ഇപ്പൊ അതിന്റെ ചുവട് പിടിച്ചിട്ട് പലരും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു അപ്രമാദിത്വം നമുക്കിപ്പോഴും കഴിഞ്ഞ ഇപ്പൊ ഞങ്ങളിപ്പോ 4th ലോഞ്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ലീഗൽ എഡിറ്റർ ഉണ്ട് കൊച്ചിയിൽ, വളരെ സീനിയറായ ഞങ്ങളുടെ ഷബ്ന സിയാദ് എന്ന് പറഞ്ഞിട്ടൊരു ലീഗൽ എഡിറ്റർ ഉണ്ട്. ഞങ്ങൾ ഹൈക്കോടതിക്ക് നോക്കുന്നവർ. അപ്പൊ ഞാനിത് വളരെ കണ്ടിന്യൂസ്ലി ശബനയുമായി സംസാരിക്കുന്ന ഒരു സാധനമാണ്. എന്തുകൊണ്ട് മലയാളത്തിൽ നമുക്ക് ഈ ലീഗൽ വാർത്തകൾക്ക് മാത്രമായ ഒരു വെർട്ടിക്കൽ തുടങ്ങിക്കൂടാ? ഇപ്പൊ the4thnews.com എന്ന് പറയുന്ന ഒരു ജനറൽ വെബ്സൈറ്റിന്റെ ഒരു ചാനലായിട്ട് നമ്മൾ മലയാളത്തിൽ ഈ ലീഗൽ വാർത്തകൾ കോംപ്രഹെൻസീവ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനം എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ ഞങ്ങൾ ആലോചിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നടപ്പായി വരാനുള്ള കാരണം ഇതിന് പ്രധാനമായും നമ്മൾ മറ്റൊരു സാധനം പോലെയല്ല, ഇതിനുള്ള റിസോഴ്സസ്
മൊബിലൈസ് ചെയ്യുക, ഇത് അറിയുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക കൃത്യമായിട്ട്. കാരണം അപ്പോൾ ഈ ഇംഗ്ലീഷ് വരുന്ന രണ്ട് പ്രസിദ്ധീകരണങ്ങളല്ലാതെ നമ്മുടെ മാതൃഭാഷയിൽ അതുപോലെ ക്വാളിറ്റിയുള്ള വാർത്തകൾ കൊടുക്കാൻ പറ്റുന്നതൊന്നും സത്യത്തിൽ ഇവിടെ കാണുന്നില്ല. നമ്മൾ മെയിൻ സ്ട്രീം പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തകളേ ഉള്ളൂ ഇപ്പോഴും, അല്ലാതെ ആരും സ്പെഷ്യലൈസ് ചെയ്തൊന്നും ചെയ്ത് കാണുന്നേ ഇല്ല. പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലും ലീഗൽ റിപ്പോർട്ടിങ്ങിന്റെ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഈ വ്യത്യസ്തമായ ഉത്തരവുകൾ എടുത്തിട്ട് ഞങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് പോരാഞ്ഞിട്ട് വീഡിയോ ചെറിയ ലോ പോയിന്റ്സ് വെച്ചിട്ട്, അത് പോയിന്റ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു സെഗ്മെന്റ് ഉണ്ട്. ഒരു 2-3 മിനിറ്റിൽ, ചിലപ്പോൾ 1 മിനിറ്റിലൊക്കെ മാത്രം. ഇപ്പം നമ്മൾ ഒരു വണ്ടി മോട്ടോർ വെഹിക്കിൾ നിയമം ലംഘിച്ച് ക്യാമറയിൽ പെട്ടുപോയാൽ ഒരു ദിവസം എത്ര തവണ ഫൈൻ അടിക്കണം, ഒരു ദിവസം അങ്ങനെ ഒരു ചോദ്യം, ആ ചോദ്യം ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ ഉത്തരം പറയും. അങ്ങനെയൊക്കെ ഉള്ള ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്ത് ഞങ്ങൾക്ക് 6 വീഡിയോക്കൊക്കെ അത്യാവശ്യം റീച്ച് ഉണ്ട്. എനിക്കൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ പറയുന്ന വാർത്തകൾ പറയുന്ന അല്ലെങ്കിൽ ലോ പോയിന്റ്സ് അങ്ങനെ വിശദമാക്കി പറയുന്ന വക്കീലന്മാരുണ്ട്, ചെറിയ പുതിയ വക്കീലന്മാരുണ്ട്. അവരുടെ ഹാൻഡിൽസിലൊക്കെ ഭയങ്കര റീച്ചാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ ഇതൊരു വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയാണെന്ന് ഞാൻ പറയും. ഇപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാവരും പോയിട്ട് കോടതിയിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുകയോ, എല്ലാവരും പോയിട്ട് ഈ പറയുന്ന MNC-കളുടെ ലീഗൽ വർക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് വിടുന്ന ചെയ്യുകയോ ചെയ്യേണ്ട. എന്തുകൊണ്ട് കുറെ അധികം പേർക്ക് ഈ ലോ റിപ്പോർട്ടിംഗ് എന്നൊരു തരത്തിലേക്ക് ചിന്തിച്ചുകൂടാ? അപ്പൊ അത് മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ലോ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ വ്യവസ്ഥാപിതമായ ഏതെങ്കിലും പരമ്പരാഗത പത്രങ്ങളിലോ ചാനലുകളിലോ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? ഭയങ്കരമായ ജനാധിപത്യവൽക്കരണമാണ് ജേർണലിസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സിറ്റിസൺ റിപ്പോർട്ടിങ്ങിന്റെയൊക്കെ അപാര സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് നമ്മുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും 2-3 പേർക്ക് തന്നെ ഈ നിങ്ങളുടെ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ ലീഗൽ റിപ്പോർട്ട് വാർത്തകൾ കൊടുക്കുന്ന ഒരു പോർട്ടൽ തുടങ്ങണമെന്ന് വെച്ചാൽ അത് അസംഭാവ്യമൊന്നുമല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എന്തുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ലീഗൽ വാർത്തകൾ പറയുന്ന കോംപ്രിഹെൻസീവ് ആയിട്ട് ഒരു പോർട്ടൽ, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് എന്താണ് ഇതിന് ഒരു മുടക്കുമില്ല. നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാണെങ്കിൽ നല്ലൊരു മൊബൈൽ ക്യാമറയും ഫ്രീ ആയിട്ട് കിട്ടുന്ന എഡിറ്റിംഗ് ടൂൾസും വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഇനി കുറച്ചുകൂടെ പൈസ സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു നല്ല ക്യാമറയോ 1-2 ക്യാമറയും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അഡോബ് പ്രീമിയറോ ഒക്കെ വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഗംഭീരമായിട്ട് ഒരു വീഡിയോ ചെയ്യാവുന്ന സെറ്റപ്പ് ഉണ്ടാക്കാവുന്നുള്ളൂ. ഇത് വളരെ എളുപ്പമാണ്. അപ്പൊ നിങ്ങൾ ഈ പലർക്കും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കാര്യങ്ങൾ അറിയുന്ന പലർക്കും ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു 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 മടിയൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ ഇറങ്ങിയാൽ ശരിയാകുമോ? പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ സ്റ്റാർട്ടപ്പിന്റെ ഒരു കാലമാണല്ലോ. നമ്മളിപ്പോ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഇന്ന് ഇവിടെ ഹഡിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബീച്ച് കാർണിവൽ ഇവിടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് തുടങ്ങിയിട്ടുണ്ട്. 3 ദിവസത്തെ ഒരു ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലാണ്. അപ്പൊ അതിലിങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വന്ന സ്റ്റാർട്ടപ്പ് ഐഡിയേഷൻ ആളുകൾ വരുന്നു. ഇന്ത്യയിലെ കേരളത്തിലെ തന്നെ സ്റ്റാർട്ടപ്പിലെ ആൾക്കാർ വരുന്നു, അവരിത് ചർച്ച ചെയ്യുന്നു, നടക്കുന്ന. വളരെ കോളേജിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ വരെ സ്റ്റാർട്ടപ്പ് കമ്പനികൾ തുടങ്ങുന്ന കാലത്ത് നമ്മൾ ഈ IT-യോ ടെക്കോ അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയോ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നും മാത്രമല്ല സ്റ്റാർട്ടപ്പിനുള്ള അവസരമുള്ള മേഖലകൾ. സത്യത്തിൽ ഈ ലീഗൽ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ജേർണലിസം ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അത്തരം വ്യവസായ വാണിജ്യ സാധ്യതകൾ കണ്ടെത്താൻ പറ്റും. അപ്പൊ ആ രീതിയിലൊക്കെ ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ആരെങ്കിലും ഇനിയിപ്പോ ഒരു വലിയൊരു ചാനൽ തുടങ്ങി അതിലൊന്ന് ജോലി ചെയ്ത് ഇപ്പൊ ലീഗൽ റിപ്പോർട്ടിംഗ് ചെയ്യേണ്ട, നിങ്ങൾക്ക് 2 പേരോ 3 പേരോ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ മലയാളത്തിൽ നല്ല അസലായിട്ട് ഇപ്പോ ലോ ഇന്റർപ്രറ്റ് ചെയ്യുന്ന, വിധികൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന, ജനങ്ങൾക്ക് അറിയാവുന്ന നിയമം അറിയേണ്ട പോലെ പറഞ്ഞു കൊടുക്കുന്ന ഗംഭീരമായ ഒരു പോർട്ടൽ തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരാൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ ഒരു ചാനലോ തുടങ്ങിയിട്ട് ആ വഴി അത് പഴ്സ്യൂ ചെയ്യാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അപ്പൊ ഇതൊരു വലിയ പൊട്ടൻഷ്യലുള്ള മേഖലയാണെന്ന് തന്നെ ഞാൻ പറയും. കാരണം നമുക്കൊരിക്കലും ഞങ്ങളൊരു വ്യവസ്ഥാപിത ജേർണലിസ്റ്റുകൾക്ക് പലപ്പോഴും ക്രാക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സാധനമാണ്. ഒന്ന് ബോറടിക്കും. ഞാൻ ലീഗൽ അത്യാവശ്യം ഫോളോ ചെയ്യുന്ന ആളാണ്. എന്നാൽ പോലും ഒരു 890 പേജിന്റെ വിധി എന്നൊക്കെ പറഞ്ഞത് PDF കാണുമ്പോൾ തന്നെ നമുക്ക് ആ മടുപ്പാകും. പിന്നെ ഇത് വായിക്കണം, എന്തോ ഒരു പാടാ. ചെറിയ ഒരേ കാര്യങ്ങളൊക്കെ തന്നെ പല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് മുഴുവൻ വായിച്ച് ഇതിലെവിടെയാണ് വാർത്ത കണ്ടുപിടി, നല്ല സ്ട്രെയിൻ ആണ്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ മുമ്പൊക്കെ നമ്മളിത് വായിക്കും, ഇപ്പൊ ഒക്കെ കുറെ പണിയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കാണുമ്പോൾ നാളെ വായിക്കാം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ഒരു മനോഭാവമാണ് ഞങ്ങളൊക്കെ പിന്തുടരുന്നത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കുന്നത് ഇത് തന്നെ ആയതുകൊണ്ടും നിങ്ങൾ പരിശീലിക്കുന്നത് ഇത് തന്നെ ആയതുകൊണ്ടും നിങ്ങൾക്ക് ഈ ജോലി അത്ര വലിയ ആയാസകരമായ ഒന്നായി തോന്നാൻ സാധ്യതയില്ല. അപ്പൊ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു, ഇതൊരു അവസരമായിട്ട് കാണാം. എപ്പോഴും നമ്മൾ അതിനുള്ള പരിശീലനം ശരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആദ്യ വർഷവും 2ാം വർഷവും ഒക്കെ ലോ പഠിക്കുന്ന ആൾക്കാർ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഒരു സ്വന്തമായി ഒരു ബ്ലോഗ് തുടങ്ങുകയോ വേഡ് പ്രസിലോ ബ്ലോഗ് സ്പോട്ടിലോ ഒക്കെ ഒരു ബ്ലോഗ് തുടങ്ങി അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ വിധികളൊക്കെ എഴുതി ഇന്റർപ്രറ്റ് ചെയ്ത് ആ ബ്ലോഗിൽ പബ്ലിഷ് ചെയ്ത് നോക്കുക. നമുക്കൊരു ഒന്നുമില്ലല്ലോ, സൈറ്റോ ഒന്നും വേണ്ട. ഇനി വേണ്ട നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ റെഗുലറായിട്ട് ഈ ലോ വാർത്തകൾ കൊടുത്തു തുടങ്ങിക്കോളൂ. നിങ്ങൾക്ക് നാച്ചുറലി ഫോളോവേഴ്സ് ഉണ്ടാവും. ഫോളോവേഴ്സ് ഇങ്ങനെ വരും. നമ്മളത് റെഗുലർ ആയിട്ട് സ്റ്റഡി ആയിട്ട് ഫാക്ച്വലായ വിവരം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഫോളോവേഴ്സ് വരും.
ഫോളോവേഴ്സ് കൂടുന്തോറും നമ്മുടെ പേജിന് ട്രാക്ഷൻ കൂടുന്തോറും അതിൽ പരസ്യം കൂടുന്തോറും വരുമാനം കൂടും. അപ്പൊ ഇതൊരു വലിയ പ്രൊഫഷണലി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മലയാളത്തിൽ ഇനിയും പുറക്കാത്ത ഒരു നല്ല ലീഗൽ പോർട്ടൽ, ഒരു 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 നിയമ വാർത്തകൾ പകർത്തുന്ന ഒരു പോർട്ടൽ സത്യത്തിൽ ഇനിയും വന്നിട്ടില്ല. അത് ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ഈ ഇന്റേൺഷിപ്പിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഇന്റേൺസിൽ ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് കഴിയുവാണെങ്കിൽ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം നിങ്ങളുടെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇതേ കാര്യം ഞാൻ അവരോടും പറഞ്ഞിരുന്നതാണ്. പക്ഷെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അതാണ്. അപ്പൊ ഇതില് നമുക്ക് എപ്പോഴും അല്ലേ നമ്മുടെ ഒരു ഗ്യാപ്പാണ്. ഇപ്പൊ നിങ്ങളതെനിക്ക് തോന്നുന്നു നിങ്ങളത് ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ അത് ശീലിച്ചു പോകാന്നുള്ളതാണ്. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആർക്കും സമയമില്ല. അത് വലിയൊരു പ്രശ്നമാണ്. നമ്മളൊരു 20 വർഷം മുമ്പ് ഞാനൊന്നും പണി തുടങ്ങുന്ന കാലത്ത് പോലെയേ അല്ല. അന്ന് ഞങ്ങൾ 500 വാക്കിന്റെയോ 600 വാക്കിന്റെയോ ഒരു വാർത്ത എഴുതിയാൽ അത് മുഴുവൻ വായിച്ചിട്ട് കാര്യം മനസ്സിലാക്കുന്ന ആളുകളായിരുന്നു. ഇന്ന് ഞങ്ങൾ 5 സെക്കൻഡ് 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു റീലിൽ പറയുന്നതിനപ്പുറത്തേക്ക് ഇപ്പൊ ഞങ്ങളുടെ ഒരു ബുള്ളറ്റിനുണ്ട്, റീൽ ബുള്ളറ്റിനാണ്. എല്ലാ ദിവസവും 4 തവണ ഞങ്ങൾ ഇറക്കുന്നത് 6 വാർത്തകൾ 59 സെക്കൻഡിൽ പറയുന്ന റീൽ ബുള്ളറ്റിൻ. അതിനാണ് ഏറ്റവും കൂടുതൽ ട്രാക്ഷൻ ഉള്ളത്. കാരണം ആർക്കും സമയമില്ല. അപ്പൊ നിങ്ങൾ ഈ വലിയ ഘടാഘടിയൻ നിയമ വാർത്തകളെ ഏറ്റവും ചെറിയ രീതിയിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ള ചലഞ്ച്. അത് ചെയ്യാൻ പറ്റുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വലിയൊരു അവസരമാണ്. അപ്പൊ ഞാൻ പറയുന്ന അതാണ്. ഇപ്പൊ നിങ്ങൾ ആ രീതിയിൽ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഒരു അസൈൻമെന്റ് പോലെ നിങ്ങൾ ഈ കാണുന്ന വിധികൾ എടുത്തിട്ട് വായിച്ച് അതിൽ വേറെ ന്യൂസ് ആംഗിൾസ് കണ്ടുപിടിച്ച്, നമ്മളെല്ലാവരും കൊടുക്കുന്ന ആംഗിളല്ല, വിധിയുടെ അകത്ത് കിടക്കുന്ന വേറെ ഏതെങ്കിലും പോയിന്റിൽ ഒരു വലിയ വാർത്ത വേറെ കാണും. വ്യവസ്ഥാപിത മാധ്യമങ്ങൾ ശ്രദ്ധിക്കാത്ത വാർത്ത ഉണ്ടാകും, അതെടുക്കണം, അതിനെ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഒരു വാർത്ത കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ വളരെ പെട്ടെന്ന് ഈ വാർത്തയുടെ ക്രക്സ് എന്താണ്, വാർത്തയുടെ ഒരു മീറ്റ് എന്താണെന്ന് വായനക്കാരന് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത് എഴുതുക തന്നെ വേണ്ട. ഇപ്പോ മുമ്പാണ് എഴുത്തുള്ളത്, ഇപ്പൊ അങ്ങനെയല്ല, വീഡിയോ ചെയ്യാം. ഇനിയിപ്പോ പോഡ്കാസ്റ്റ് ചെയ്യാം, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്പോട്ടിഫൈയിലോ മറ്റേ ഇവിടെ ആമസോൺ മ്യൂസിക്കിലോ എവിടെയെങ്കിലും ഒക്കെ ഹാൻഡിൽ തുടങ്ങിയിട്ട് ഗൂഗിൾ പോഡ്കാസ്റ്റിലോ ഒക്കെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് ചെയ്യാം. ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് ക്യാമറ ഷൈ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ വാങ്ങി എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള കഷ്ടപ്പാടുണ്ട്, വേണ്ട. നിങ്ങൾ സംസാരിച്ച് റെക്കോർഡ് ചെയ്ത് പോഡ്കാസ്റ്റ് ചെയ്തു. ഒരു ലീഗൽ പോഡ്കാസ്റ്റ് ഇംഗ്ലീഷിലൊക്കെ മനോഹരമായ ലീഗൽ പോഡ്കാസ്റ്റുകളുണ്ട്. മലയാളത്തില് അങ്ങനെ ഒരു സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നമുക്ക് അത് ഒരു വലിയ അവസരമാണ്. അപ്പം ഞാൻ നിങ്ങളോട് ഈ ഒരു രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു മേഖലയിൽ നിന്ന് പറയുമ്പോൾ, നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ലോ സ്റ്റുഡൻസിനോട് എന്ത് പറയണമെന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം അവസാനമായിട്ട് ഇതേ പറയാനുള്ളൂ. കാരണം ലീഗൽ റിപ്പോർട്ടിംഗ് എന്നുള്ളത് മലയാളത്തിലൊക്കെ ഒരു എന്താ പറയാ, ഒരു സുവർണ ഖനിയാണ്. ഇപ്പോഴും കുഴിച്ചെടുക്കാൻ പറ്റാതെ അങ്ങനെ കിടക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾക്കൊക്കെ ഒരു നല്ല കരിയർ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ അവസരവും ഉള്ള ഒരു മേഖലയാണ്. അപ്പൊ അതിലേക്ക് താല്പര്യമുള്ള ആൾക്കാര് ഉണ്ടെങ്കിൽ ഇറങ്ങണം. അതിനുള്ള പരിശീലനം ഈ പഠനത്തോടൊപ്പം സമാന്തരമായി നിങ്ങൾ നടത്തണം. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇനിഷ്യേറ്റീവിലാണ് ഇപ്പൊ എല്ലാം നടക്കുന്നത്. നമുക്കിത് വേറൊരു ഇനിഷ്യേറ്റീവ് ഒന്നും ആരും എടുക്കുന്നത്, നമുക്ക് തന്നെ ചെയ്യാം. അത്രയും ഡെമോക്രാറ്റൈസ് ചെയ്ത് പോയല്ലോ ഈ സാധനം. നമ്മൾ ഇറങ്ങി പുറപ്പെടണം, ഹാൻഡിൽസ് ഉണ്ടാക്കുക, ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ള ഒരു കാര്യം. അപ്പൊ ഞാൻ